അപ്പൊ മക്കളെ, നമ്മളെ ഫസ്റ്റ് വ്ളോഗാണ് തുടങ്ങാൻ പോണത്. നമ്മള് എവിടുക്കാൻ പോണ്? അത്താണോ അതോ അത്ത ഒമാനാണോ അതോ മുസണ്ടാണോ? ഇതുവരെ തീരുമാനമായിട്ടില്ല. ഇതൊരു ഞാനാ മറ്റേ മനീഷ് ഭായ് അത്ത ഒമാന്. ഇജ എങ്ങട്ടാ പറയണേ? മുസണ്ടോ. ഖാദർ എങ്ങട്ടാ പറയണേ? കിധർ ഭി ജായേഗ, മുഷ്കിൽ നഹീ ഹൈ. അപ്പൊ എന്താണ് എവിടേക്കാ പോണേച്ചാ അവിടേക്ക് പോകാൻ പറ്റും. വണ്ടി ഇവിടെ 3:30 മണിയായി, വണ്ടി എടുത്ത് വിട്ടു, അങ്ങോട്ട് പോണ്. അത്ര തന്നെ മുസണ്ടെങ്കിൽ മുസണ്ടോ. സമയം ഇപ്പൊ എത്ര? സമയം 3:40 മോർണിംഗ്. ഇതാ നമ്മള് ഷെയ്ഖ്സാദ് ബ്രിഡ്ജിന്റെ മോൾക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്താ കമന്റ് പറയാ? പോടാ. അബുദാബിന്ന് വിട്ടെന്ന് പറയണം. ബ്രിഡ്ജ് അത്രേ ഉള്ളൂ അല്ലേ? ബ്രിഡ്ജിന്റെ കീരി ഇറങ്ങി നേരെ ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടാണ്? അത്ത ഒമാൻ. നമ്മളെ മനീഷ് ഭായ് ആണ് ഡ്രൈവ് ചെയ്യുന്നത്. ഇത് മറ്റേ ഭയങ്കര ഫോർമലായി മാറൂടാ. टाइम व्हाट द टाइम नाउ? टाइम इज 3:30. उसमें बोलो टाइम कितना? टाइम अभी बोल दिया 3:40 है. അപ്പൊ മക്കളെ, ഇതാണ് അവസ്ഥ. ടൂർ പോവുക അത്ര, ട്രിപ്പ് പോവുക അത്ര. ഉറങ്ങി രണ്ടാള് നീച്ച് अभी पूरा सो रहे. कैमरा देखा उठाया. മറ്റേ കൂളിംഗ് ഗ്ലാസും വെച്ചിട്ട് കിടന്നുറങ്ങണേ. ഒത്തയുടെ വഴി വരുന്നല്ലോ. അതാ വീട് റോഡ് അവസാനിച്ചോ? ഇല്ല, റോഡ് ഇവിടെ അവസാനിച്ച്. അപ്പൊ തിരിക്കാം. അടിയിട്ടു. मनीष भाई आ गया, गांव में आ गया. हाँ, എന്തോ ഉറക്കട നല്ല ഉറക്കുറങ്ങിക്കണ്. രണ്ടെണ്ണം ഒറ്റയ്ക്ക് ഇരുന്ന് പോന്നു ഞാന്. മൂച്ചി കുറച്ച് കഴിഞ്ഞിരിക്കണ മൂച്ചിനെ നീപ്പിച്ച്. किधर है डाम? किधर है मनीष भाई? ये डैम इधर लोकेशन को इधर हो गया.
क्या है इधर यार കതറ എന്താ ഇവിടെ നല്ല കണ്ണ് പൊന്തുന്നില്ല. മൂസിയ ഇതെന്ത് സംഭവം അന്നെ ഞാൻ തല്ലോ ഞാൻ ഇവിടെ കൊടുത്തിക്കണേ क्या है मनीष भाई इधर डैम देखा थोड़ा पानी है, थोड़ा मच्छी पकड़ेगा. നമുക്കൊരു ബോട്ട് ഉണ്ട്. അങ്ങനെ ഡാമിൻ്റെ മുകളിൽ കൂടെ നമ്മൾ തിരിച്ച് താഴെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ ഒരു ചായ കട്ടൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കട്ടൻ ചായ കിട്ടുമോ? കിട്ടണോടത്തത് പോവാ. കട്ടൻ ചായ ഇല്ലാതെ ഒരു പരിപാടി ഇല്ലല്ലോ. പരിപാടിയില്ല. മൂസിയ പാട്ടിടല്ലേ? മൂസി അപ്പോത്തിന് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാനുള്ള പരിപാടികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 4 പിക്ചേഴ്സൊക്കെ തള്ളി മറിച്ചാനുള്ളതാണ്. കുഴപ്പമില്ല, ചെറുതായിട്ടുള്ളൊരു കളർഫുൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡാം നല്ല കളറാണ്. ഡാം നല്ല കളറാണ്. അങ്ങനെ ഇതാ പ്രഭാതം പൊട്ടി വിടർന്ന കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കണത്. പ്രഭാതം ഞാൻ പൊട്ടി വിടർന്നിട്ടുള്ളൂ, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കണ്ണ് തുറന്നപ്പോഴാണ് പൊട്ടി വിടർന്നത് കാണുന്നത്. ചെറുതായിട്ടൊന്ന് വിടർന്നു. അങ്ങനെ മറ്റേ സന്തോഷ് ജോർജ് കുളങ്ങര മാതിരി പറഞ്ഞ മാതിരി എന്താ പറയാ, അമ്പരച്ചുംബരികളായ മലകളാണ് കാണുന്നത്, കെട്ടിടങ്ങളല്ല. അബീബി കം ടു ദുബായ് എന്ന് പറഞ്ഞ മാതിരി അവനോട് എല്ലാം കൊണ്ട് ചായച്ചിങ്ങോട്ട് പോരാൻ പറഞ്ഞു. എൻ്റെ ഇടയിൽ കൂടി ഇനിയിപ്പോ ഏത് വണ്ടിയാണ് വലിയൊരു ഐഡിയ ഇല്ലാത്തവനാ തോന്നുന്നത്. ആ വലിയ മച്ചിയാ. അങ്ങനെ ഹത്ത ഡാമിന്റെ മലനിരകൾക്ക് ഇടയിലൂടെ ആണ് ഞങ്ങള് ഒരുത്ത ബൈക്കും വരുന്നുണ്ട്. ഓനൊക്കെയാണ് അങ്ങനെ ഞങ്ങള് മലനിരകൾക്കിടയിലൂടെ മലനിരകൾക്കിടയിലൂടെ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങള്. അതിന്റെ വ്ളോഗാണ്. തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും. കുറ്റങ്ങളൊന്നും ഇല്ല ഇവിടെ, അതിന്റെ അടിയിൽ ഇതാ ഒരു മനിയൻ 4 പ്രാവശ്യം ഷർട്ടും പാന്റും മാറ്റിയിരിക്കുകയാണ്. ഇത് ഓന്റെ ദിവസാണെന്ന്, ഓൻ കൊണ്ടുപോവാണെന്ന്. ഫോണിതാ ഇതിന്റെ കൈക്ക് തന്നുകാണ്ട് ഫോൺ എവിടെയെന്ന് വെച്ചാല് ഫോട്ടോഷൂട്ട് നടത്തിയിട്ട് എൻ്റെ അഭിപ്രായം നോക്കണം. എങ്ങനെയുണ്ട്? സെറ്റാണോ? क्या है पीछे, क्या है? देखो कैमरा है. ഏതാണ് ഏതപ്പോ നടത്തം? മൂസിയ എത്ര പാൻറ്റും ഷർട്ടും മാറ്റി?
നാലാമത്തെ ഷർട്ടാണ്. ഷർട്ട് പാൻറ് 3 എണ്ണം. അത് ഫ്രീ കഴിക്കണം. ബാഗ്, പാൻറ്. ലൈറ്റ് എത്തുമോ? ഷൂ കട്ടൻ കിട്ടൂല അത്ര. സുലൈമാനി നെയ്യ് കറക്റ്റ് മീലേക്കോ. അങ്ങനെ ഒരു ചായയും കുടിച്ച് റൊട്ടിൻ തിന്നിട്ട് തിരിച്ച് ഞങ്ങളിങ്ങനെ എവിടേക്കോ അലസമായിട്ട് പോകാൻ നിൽക്കുകയാണ്. അങ്ങനെ പതിവ് പോലെ ഇവർ രണ്ടാളും തന്നെ മുമ്പിൽ ഓല തന്നെ ഡ്രൈവിങ് ഓല തന്നെ തീരുമാനിച്ചിന് എവിടേക്കാണ് പോകണമെന്നുള്ളത്. നമ്മളിതാ ഒരുത്തൻ 5ാം തവണയും ഡ്രസ്സ് മാറിയിരിക്കണ ഷർട്ട്, 4ാമത്തേതാ കീറിയ പാൻറ്റൊക്കെ ഇട്ടിട്ട് ഇന്നോ കൊണ്ടുപോയതാണ്. ഒരു സുഹൈല എന്നൊക്കെ പറയുന്നുണ്ട്. ഏതാ ഞാൻ സുഹൈല എന്നോ കേട്ടപ്പോ സുഹൈല ഡാമ. എന്നാ അവിടേക്ക് ആയിക്കോട്ടെ. ഇവിടെ ഒരുത്തൻ ഇൻസ്റ്റാഗ്രാമിലുള്ള വെളുപ്പിച്ചൽ നടന്നിരിക്കുകയാണ്. അതില് മിന്നിച്ചോട്ടെ, നല്ല മിന്നിച്ചോട്ടെ. മിന്നല് നേക്കാണ്. മിന്നലൊക്കെ അടിപൊളിയല്ലേ. അപ്പോൾ ഞങ്ങളിതങ്ങനെ എങ്ങോട്ടോന്നില്ലാത്ത യാത്രകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നീണ്ട മലനിരകൾക്കിടയിലൂടെ ഞങ്ങൾ ചീറിപ്പാഞ്ഞു ഒച്ചയക്കണല്ലേ. അങ്ങനെ അത് ചീറിപ്പാഞ്ഞ് ഞങ്ങൾ ഈ മലനിരകൾക്കിടയിലൂടെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഡാമാണ്. സെറ്റപ്പ് ഡാമട്ടെ. ഏതാണ് തോന്നണടാ. ഞാൻ എടുത്തേക്കണേ. പശുവൊക്കെ ഉണ്ട്. പശുവും പണ്ടാ ഡാമാണത്. ഡാമാണത്. അവിടെ വണ്ടി ഇട്ടിട്ടുണ്ട് ആൾക്കാർ അവിടെ താഴത്ത് കുടിക്കാന്. ആടാ അവിടെ വേണ്ട വണ്ടി ഉണ്ട്. പിന്നെ അത് ഏതായാലും ഡാമുക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ക്വാളിറ്റി HD ഉണ്ട് അതല്ലാണ്ട് ക്യാമറമാനെ പറ്റിയിട്ട് വ്ളോഗ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നല്ല കിംവദന്തി പരന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാമറമാനോട് രാത്രി ഫുള്ള് ഉറക്കം നല്ല ഇതുണ്ടായിരുന്നു. ഡ്രൈവിംഗും ഇതും കൂടെ ഒന്നിച്ചടക്കൂലല്ലോ. ക്യാമറമാനെ പറ്റിയിട്ട് എന്താ പറഞ്ഞത്? ക്യാമറമാന് നല്ല ഉറക്കായിരുന്നു. ഞാൻ ഡ്രൈവിങ്ങും ക്യാമറമാൻ 3 ദിവസമായിട്ട് മര്യാദക്ക് ഉറങ്ങിയിട്ടില്ല. അപ്പൊ പോയി അതിനോട് ചോദിച്ചോക്കട്ടെ എങ്ങോട്ടെ പോയി ചോദിച്ചോക്കട്ടെ. അങ്ങനെ മേലെ കണ്ട ഡാമിന്റെ താഴത്തെത്താറായി. അതിലേക്ക് ചെറുതായിട്ട് ഞങ്ങൾ ഓഫ് റോഡ് ഉറക്കത്തിന്റെ ഇടയിൽ പറ്റിപ്പോയ അബദ്ധങ്ങൾ മിസ്റ്റേക്ക് ആയതുകൊണ്ട് എല്ലാവരും ഷെമീർ. കട്ടിയലൊന്നുമില്ല കേട്ടോ, ഒന്നും കട്ടിയൂല. കട്ടിങ്ങും ഷേവിങ് ഒന്നും ഇല്ലാതെ പച്ചയായ സത്യങ്ങൾ വിളിച്ചു പറയുന്ന 4 മണിയന്മാരാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഇപ്പൊ കുളിക്കാൻ ഇറങ്ങാൻ പോവാണ്. ഇപ്പൊ എല്ലാവരും തോർത്ത് മാറ്റി. मालूम है मेरे को ये जगह इसके अंदर एक पहले एक बड़ा एक पेड़ है. एक पेड़ है उसका बाद उसका अंदर एक पेड़ है. क्या पेड़? पेड़ ആൽമരം ഉണ്ടായിരുന്നു ഇതിന്റെ ഉള്ളില്. ഞാൻ കുറെ മുന്നേ വന്നിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ തന്നെ തോന്നണേ അത് ഒരു മറ്റേ ഒരു ആൽത്താറമായിട്ട് സംഭവം ഉണ്ടായിരുന്നു. അത് തന്നെ തോന്നണു. ഇനി ഇത് അറിയണോലുണ്ടെന്നുണ്ടെങ്കിൽ ഇത് തന്നെ ഇത് സംഭവം തന്നെ. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കുളിക്കാനൊക്കെ വേണ്ടിയില്ല. എന്തായാലും നോക്കാം നമുക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്നുള്ളത്. കുറച്ച് കണ്ടൽ കാടുകളൊക്കെ ഉണ്ട് ചുറ്റുപുറത്തൊക്കെ. ഫോട്ടോളിക് മൂസിന്റെ ഓരോ റീൽസോളി മൂസിൻ ക്യാമറമാൻ കാദർ. ക്യാമറമാൻ വെള്ളത്തിക്ക് ചാടണം കേട്ടോ. ക്യാമറമാനൊപ്പം ചാടണേ.
ഖാദർ വെള്ളത്തിൽ ചാടേ, ക്യാമറമാൻ ഒപ്പം ചാടണം. ഒന്നും കാണില്ലടൂ. നോട്ടെ നോട്ടെ, അതാ കാണില്ല. ആക്ഷൻ. ഏതാ ഇജ് സ്ലോ മോഷൻ ഉണ്ടാ, അതാ അതിലിട്ടോളാ. ഇനിയുണ്ടോ ഷർട്ട്? വീണ്ടാമതും അത് റെഡി ആയിട്ടില്ലെങ്കിൽ വീണ്ടും എടുക്കുന്നുള്ള വാശിയിലാണ് മൂസിനുള്ളത്. സെറ്റാണോ? അത് ആയിട്ടില്ല. അപ്പം അടുത്ത റേറ്റായിക്ക്. ഡയറക്ഷനും സംവിധാനം ഒക്കെ മൂസിനാണ്. എന്നാ സ്റ്റാർട്ട്, ആക്ഷൻ. ഇപ്പൊ നല്ല രസമുണ്ടായിരുന്നു. ഒന്നും കൂടി തെറ്റിക്കാണെങ്കിൽ നേരെ വെള്ളത്തിൽ കയറുന്നു. അടുത്തത് ഖാദറിന്റെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വേറെ കിട്ടിയോ? സെറ്റ്. അയ്യോ, ഇൻസ്റ്റാഗ്രാമിലുണ്ടാവും കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ മെൻഷൻ ചെയ്യാം. പോലെ അതിന് ജമ്പറില്ല, നത്തിങ്. ഞാൻ ആരെങ്കിലുമൊക്കെ ഇതേമാതിരി വരും. അപ്പോൾ ഞങ്ങൾ അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാ ഖാദറെ, ക്യാമറ ഖാദറിന് കൈമാറിക്കൊണ്ടിരിക്കുന്ന. അപ്പോൾ ഞങ്ങള് ഇത് പൊളിച്ച ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അടുത്ത പ്ലാൻ എന്താ വെച്ചാല് ഒമാനിൽ കയറാൻ പറ്റുമെന്ന് നോക്കും. ഓയ്യണ ओमान देखेगा ओमान बॉर्डर वो बॉर्डर है आता ओमान बॉर्डर उसमें जा सकते पता नहीं है पूछेगा കിട്ടുകയാണെങ്കിൽ ഒമാന് പോകാൻ പറ്റുമോ നോക്കുകയാണ്. പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒമാൻ ക്രോസ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അടുത്ത പ്ലാൻ ഉണ്ടാവും. ഞങ്ങൾക്ക് ഇങ്ങനെ നിലവിലൊരു പ്ലാൻ മനസ്സിലുണ്ടായിട്ടല്ല. ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകും, അവിടുന്ന് അങ്ങനെ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും, അങ്ങോട്ട് പോകും, അങ്ങനെ കൂടെ ഒരു പോക്ക്. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ മലനിരകൾ. പച്ചപ്പ് നിറഞ്ഞ എന്താ പറയുക, പച്ചപ്പ് ഹരിതാപം ഉണ്ടാവും മുന്നേ വരികയാണെങ്കിൽ. അതെ. ഇവിടെ ഒരാൾ ഇൻസ്റ്റാഗ്രാമിലുള്ള ഫോട്ടോസൊക്കെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോൺ നിറഞ്ഞിട്ടുള്ളത് ഇതാ ഫുള്ള്. ഞാൻ മനീഷ് ഭായിക്ക് ഫോട്ടോ മനീഷ് ഭായ് മുന്നിൽ കൂളിംഗ് ഗ്ലാസും വെച്ച് ചെത്ത് ലുക്കിൽ ഇരിക്കുകയാണ്. നിയാസ് അപ്പോഴും ഡ്രൈവിങ്ങിൽ കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൻ തന്നെ ഡ്രൈവ് ചെയ്യണോണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല. നമുക്ക് ഉറങ്ങണമെങ്കിൽ ഉറങ്ങാം. ഫുള്ള് ഞാൻ ഡ്രൈവ് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങട്ടോ. ഞങ്ങള് ഒമാൻ ബോർഡറിലേക്കുള്ള യാത്രകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എത്തി. ഇനി ബോർഡറിൽ ചെന്നിട്ട് എന്താണ് അവിടെ പോലും ചോദിക്കണത്, എന്തെങ്കിലും നമ്മളെടുത്ത് ഉണ്ടെങ്കിൽ അത് കാണിച്ചു കൊടുക്കും. അതിന് പറ്റുമെങ്കിൽ ഞങ്ങൾ കടക്കും, അല്ലെങ്കിൽ തിരിച്ചു പോരും. എൻട്രി ചെയ്യാണ്. അങ്ങനെ ഉണ്ടോ? ബോർഡർ എന്ന് പറഞ്ഞത് കസ്റ്റംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളിതാ ഒമാന് ബോർഡർ എങ്ങനെയൊക്കെ കവർ ചെയ്ത്. ഇതാണ് ഹത്ത ഒമാൻ ബോർഡർ. ഓക്കെ, ജസ്റ്റ് ക്രോസ് ചെയ്ത് വെറുതെ വന്നു നോക്കിയതാണ്. അപ്പോൾ ഞങ്ങൾ കടത്തി വിട്ട് ഇനിയിപ്പോൾ ഇങ്ങനെ പോവുകയാണ്.
എങ്ങോട്ടൊന്നും ഇല്ലാതെ ഇനിയിപ്പോ ഏതായാലും ഒമാനിൽ പോയിട്ട് മസ്കറ്റ് പോയിട്ട് ഒരു ചായ കുടിച്ചിട്ട് തിരിച്ച് അബുദാബിക്ക് തന്നെ പോരാന്നുള്ള ഒരു പരിപാടിയാണ് ഇപ്പൊ ഞങ്ങളുടെ അടുത്തുള്ളത്. ഇവിടുന്ന് ബോർഡറിന്ന് 3 മണിക്കൂറാണ് മസ്കറ്റ് എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു സിറ്റിയിൽ പോയിട്ട് ഒരു ചായയും കുടിച്ചിട്ട് തിരിച്ചു പോകാറുണ്ട്. ഓരൊക്കെ ചെക്ക് പോസ്റ്റ് അങ്ങനെ ഞങ്ങളവിടുന്ന് കടത്തി വിട്ടിക്കണ്. ഞങ്ങൾക്ക് അറിയില്ല അത് ഞങ്ങൾക്ക് എന്താ കാട്ടേണ്ടതെന്നുള്ളത്. ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു തന്ന ഉപകാരമായിരുന്നു. ഇപ്പൊ ഞങ്ങളെല്ലാം കഴിഞ്ഞ ഒമാനിൽ എത്തിക്കണ്. ഒമാന്റെ മലനിരകളാണിത്. എക്സിറ്റ് ചെയ്തപ്പോ നമ്മള് 40 ദിർഹംസ് ഇൻഷുറൻസ് കൊടുത്ത് വേറെ വിസക്ക് പൈസ ഒന്നും കൊടുത്തിട്ടില്ല. ഞങ്ങൾ വിസ ഒന്നും ഇല്ലാതെ ഉള്ളിലേക്ക് കയറ്റി വിട്ടിക്കണ്. ഇനി അറിയില്ല കേട്ടോ. ഞങ്ങൾ ഭ്രാന്തായതാണോ നാട്ടുകാർക്ക് ഭ്രാന്തായതാണോ എന്നുള്ള ഒരു ഐഡിയ ഇല്ല. ഞങ്ങൾക്ക് ഭ്രാന്തായതാണോ പോലീസുകാർക്ക് ഭ്രാന്തായതാണോ തിരിച്ചു വരുമ്പോ കൊല്ലിക്ക് പിടിക്കുവോ ഒന്നും അറിയില്ല. ഏതായാലും ഇവിടെ കേറിയിട്ട് ആദ്യം ഒന്ന് പെട്രോള് ഫുൾ ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പമ്പ് കേറുകയാണ് ഒമാന്. ഇവിടെ മദീന കോഫി ഷോപ്പ് ഉണ്ട്. ഏതായാലും പെട്രോൾ ഒന്ന് ഫുള്ളാക്കിയിട്ടേ എവിടേക്കെങ്കിലൊക്കെ പോവാൻ നമുക്ക്. അങ്ങനെ ഞങ്ങള് ഒമാനിലൊരു പമ്പിൽ കയറി. ഫുള്ള് 91 കീച്ചാനുള്ള പരിപാടിയാണ്. അത് കീച്ചിട്ട് എവിടെങ്കിലും പോയിട്ടൊന്ന് ചായ എടുക്കണം. അപ്പൊ ഇനി ബോർഡർ ഒന്നും ഇല്ലാന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞങ്ങള് 105 + 45 അല്ലേ 41 150 ദിർഹംസ് കൊണ്ട് ഞങ്ങൾ 4 ആൾ ഉള്ളിൽ കടന്നു എന്നുള്ളതാണ്. എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ പറ്റിയിട്ട് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പൊ 143 ഏനാ ഒമാനി പൈസ ഏനാ 143 dirham 3 140 इंश्योरेंस का वो इंश्योरेंस 5 दिन के लिए ये इंश्योरेंस का नहीं ये उसका एंट्री है. ഇത് നമ്മൾ കേറിയില്ല 4 ആൾക്കാരെ एंट्री है ना वो 4 आदमी का 143 143 ഓക്കേ 41 ഒരാള് 43 नहीं है 143 ओके 143 है लेकिन इंश्योरेंस के लिए 105 ऐसा है ना. लेकिन 250 का अंदर में അപ്പോ ഒരു 250 റുപ്യന്റെ ഉള്ളിൽ ഞങ്ങൾ 4 ആൾ ഉള്ളിൽ കയറിയിരിക്കണം കേട്ടോ. അപ്പൊ നേരത്തെ പറയാൻ 43 അല്ല ഞങ്ങളടുത്തുള്ള ഞങ്ങള് മിസ്റ്റേക്ക്. അങ്ങനെ അതാ 6 റിയാലിന് ഞങ്ങള് ഒമാനിന്ന് ഫുൾ ടാങ്ക് അടിച്ചിക്കണ്. മനീഷ് ഭായി ആണ് ഞങ്ങളെ ഖജാൻജി. മനീഷ് ഭായി ഫുള്ള് ഖജാൻജി ഫുള്ള് നോട്ട് ചെയ്ത് വെക്കണം. ലാസ്റ്റ് ഞങ്ങള് ഒക്കെ കൂടെ കണക്ക് കൂട്ടിയിട്ട് ഒരൊറ്റ ഏറാണ്ട് എറിയും ഞങ്ങള്. അങ്ങനെ ഞങ്ങൾ ഇതാ അങ്ങോട്ട് അടുത്തൊരു സിറ്റി ലക്ഷ്യമാക്കിയിട്ട് അലക്ഷ്യമായ യാത്രയിൽ അടുത്തൊരു ലക്ഷ്യസ്ഥാനം കണ്ടെത്തുന്നത് വരെ ഞങ്ങളൊരു അലക്ഷ്യമായ യാത്ര തുടരുകയാണ്. അങ്ങനെ നീണ്ടു നിറഞ്ഞു കിടക്കുന്ന പർവ്വതനിരയിലൂടെ എന്താ പറയാ ഒമാനി പർവ്വത നിരകളിലൂടെ ഞങ്ങൾ യാത്ര തുടരുകയാണ് സുഹൃത്തുക്കളെ. ഇതർ 60 സ്പീഡ് പത്താ ഈ ക്യാമറ കിതറേ कैमरा का मालूम नहीं है. कैमरा बॉर्डर में रहेगा मिलेगा पैसा. അപ്പോഴും ഈ മനിയൻ ഇവിടെ എഡിറ്റിങ്ങിന്റെ തിരക്കിലാണ്. ഫോട്ടോ വീഡിയോസ് ആണ് നല്ല ഫോട്ടോ. അതാ എമ്പുരാനെ ആരപ്പ ഇത് നടക്കണ് ഏതപ്പ ഇത് നടക്കണ് വയ്യ നോക്കണ്ട. अभी ऑफिस में कॉल आएगा ऑफिस से कॉल आएगा किधर है किसके साथ पूछ के गया ഇനി അടുത്തൊരു സിറ്റി എവിടെയാണെന്നുള്ളത് അറിയില്ല. മസ്കറ്റ് ഒരു 3 മണിക്കൂർ ഓടിയാ കിട്ടുമെന്ന് പറയുന്നുണ്ട്. നാം മസ്കറ്റ് പോയൊരു ചായയും കുടിച്ച് പോരാന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. ഇനി ഒമാനിക്ക് ഞങ്ങൾ എത്തിയിട്ടില്ല എന്നാരും പറയരുത്. ഒമാൻ UAE ഫ്ലാഗ് ആണ് ഈ കാണുന്നത് ഗൈസ്. അപ്പോൾ അതിൻ്റെ അടിയിൽ വെള്ളം കുടിച്ചാൽ കയറി. ഓക്കെ ഗൈസ് എന്ത് കഥ ഇവിടെ ഫ്ലാഗ്. അങ്ങനെ ഞങ്ങള് പോലീസ് സ്റ്റേഷന്റെ ഫ്ലാഗ് ആണ് കാണുന്നത്. ഒമാൻ അൽ വജ പോലീസ് സ്റ്റേഷൻ. അൽ വജ പോലീസ് സ്റ്റേഷന്റെ മുന്നിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ബോർഡർ ഉറപ്പേ ഉണ്ടോ ഇനിയില്ലേ. ഒമാനിന്റെ എന്താ പറയാ ഗന്ധം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ് താത്തിട്ടിക്കാണ് ഗൈസ്. മറ്റേ കൊച്ചി പറഞ്ഞമാതിരി കൊച്ചി എത്തിയ പറഞ്ഞമാതിരി ഞങ്ങൾ ഒമാൻ എത്തിയിരിക്കുകയാണ്.
എവിടെ എത്തോ ഏതായാലും അടുത്തൊരു സിറ്റി എത്തുന്നത് വരെ ഞങ്ങൾ ഈ വ്ളോഗ് തുടർന്നുകൊണ്ടിരിക്കും. പിന്നെ ഈ മലകൾ മാത്രമേ ഇവിടെ കാണാനുള്ളൂ. പണ്ടൊരു ചൊല്ലുണ്ടല്ലോ എന്തൊരു മലനെ പറ്റിയിട്ടില്ലേ, പക്ഷേങ്കിൽ ഒന്ന് ഗ്ലാസ് പൊക്കാ കാറ്റിന്റെ ഞാനല്ല പൊക്കിയത്. ഇവിടെ ഒരുത്തൻ വൈബ് പോയി നിറക്കുന്നുണ്ട്. പോട്ടുമായിട്ടുള്ള ഞങ്ങളെ യാത്ര ആദ്യമായിട്ട് UAE എന്നൊരു രാജ്യം ഞങ്ങൾ ബൈ കാർ ബൈ റോഡ് ക്രോസ് ചെയ്തിരിക്കുകയാണ്. ഇന്റർനാഷണൽ ട്രിപ്പാണ് ബൈ റോഡിൽ. ഇനി ഇത് തുടർന്നുകൊണ്ടിരിക്കും. ഞങ്ങൾ ഇനി സൗദി, ഖത്തർ, ഒമാൻ ഓൾറെഡി എത്തി. ഞങ്ങൾ കുവൈത്ത് അങ്ങനെയുള്ള സകല എന്താ പറയുക GCC കൺട്രികളും ഞങ്ങൾ കവർ ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ട്. എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണം ഉണ്ടെങ്കിൽ ഞങ്ങൾ പാസ്പോർട്ടിലെ എക്സിറ്റ് സ്റ്റാമ്പുകൾ ഞങ്ങൾ കാണിക്കാൻ പോവുകയാണ് ഗൈസ്. എന്ത് കഥ? പിന്നെ എവിടെയാണ് ഇൻഷുറൻസിൽ ഫിനാൻസിലെ വണ്ടിയോട്ട് അങ്ങനെ എക്സിറ്റ് ആയിരിക്കാണ്. ഇനി എൻട്രി ആയതിന്റെ ശേഷം ഞങ്ങൾ കാണിക്കുന്നതാണ്. അപ്പൊ അത് മാറി കിട്ടി. പക്ഷെ അവിടുന്ന് പോലീസുകാരൻ പറഞ്ഞ് ഇന്ന് ഈദായതുകൊണ്ടാണ് കടത്തി വിടുന്നത്, അല്ലെങ്കിൽ കടത്തി വിടൂല എന്ന് പറഞ്ഞു. Chinese visa. ചൈനീസ് വിസ അപ്പോൾ വണ്ടിക്ക് ശരിക്ക് ഫിനാൻസ് ഉണ്ടെങ്കിൽ കടത്തി വിടൂല. പക്ഷെ ഇതായതുകൊണ്ട് ഞങ്ങൾക്കൊരു ഓഫർ കിട്ടിയതാണ്. അപ്പോൾ കുഴപ്പമില്ല. അതെ, ആ സൗണ്ട് ഇല്ലാത്തൊരു മനിയൻ ഇവിടെ ഇരുന്ന് എഡിറ്റിങ് കരിഞ്ജീരകത്തിന്റെ ലുക്കുള്ളൂ. പക്ഷെ ഫുള്ള് മറ്റേ പ്രഷറിന്റെ ഷുഗറിന്റെ ഗുളികയാണ്. ക്യാമറ നമസ്തേ വേണ്ട, ഞങ്ങൾക്ക് 4-5 ഷർട്ടും പാൻറ്റും കളർ ഒരേ കളറിലുള്ള 2-3 ഷർട്ടൊക്കെ ഇട്ട് ഇപ്പോ രാവിലെ 8 മണിക്ക് 7 മണിക്ക് ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് ഈ സമയം ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഒമാൻ കൈത അങ്ങനെ കാണും. നമ്മളെ വണ്ടിയിലുണ്ട് ഒമാൻ കൈത വീഡിയോ എടുത്തില്ല. ഫോൺ എടുത്തു. അതാ ഒമാൻ ആട്. ഒമാൻ കാട്ടാടുണ്ട്. बॉर्डर थोड़ा एक्सटेंड किया रहेगा ओमान. बोलो तुम लोग UAE ऑक्यूपाई करेगा थोड़ा सा. ഇനി പാട്ടൊക്കെ ഇടങ്ങ പള്ളിക്കാട്ടിക്ക് പോയ മാതിരി പോവല്ലേ? പള്ളിക്കാട്ടിക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റേ വീഡിയോ എടുക്കാൻ പറ്റൂല, അത്ര യൂട്യൂബിൽ ഇടാൻ പറ്റൂല. കോപ്പിറൈറ്റ് വരുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ പാട്ടിടാതെ പോവാണ്. സിയാർത്ത് ടൂർ പോണ മാതിരി. വൈബ് തന്തായി പോണല്ലേ? വൈബിന് ഒരു കുറവില്ല തന്നെ. കാണാനൊന്നും ഇവിടെ കിട്ടൂല. ആണെങ്കിൽ പോടോ എന്ന് പറഞ്ഞ മാതിരി ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ വയറ്റ് കാക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയിൽ കണ്ട ഒരു 4-5 ഷോപ്പ്. ഇതിൽ എവിടെയെങ്കിലൊക്കെ കയറി എന്തെങ്കിലുമൊക്കെ തിന്നില്ല എന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒമാനിൽ നിന്നാണ്. ഇന്നലെ രാത്രി UAE നിന്ന് കഴിച്ചതാണ്. ഏതായാലും ഞങ്ങൾ നിയാസ്, മനീഷ് ഭായ്, മൂസിന് ഉറങ്ങിയിരുന്നു. അവൻ്റെ ഉറക്കം കഴിഞ്ഞ് എണീറ്റ്. ഇത് ഏതാ സ്ഥലം എന്നൊന്നും അറിയില്ല. ഒമാനിൽ ക്രോസ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ആദ്യം അങ്ങാടിയാണ്. അങ്ങനെ എവിടുക്കാന്നുള്ള ഒരുത്തൻ പരാതിയായിട്ട് വന്നതായിരുന്നു. അവൻ്റെ വീഡിയോ എടുക്കണില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇവിടെ ഒരു മർജാൻ അൽ ബഹർ കഫ്തേരിയ അൽ ചീക്ക് എന്ന് പറഞ്ഞൊരു കഫ്തേരിയ ഉണ്ട്. എവിടെയെങ്കിലൊക്കെ ഒന്ന് കയറി നോക്കട്ടെ. ഏതാണോ നമ്മളെ വൈബ് നോക്കിയിട്ട് കയറിയിട്ട് അത് പോരാ തോന്നുന്നുണ്ട്. അടച്ചിക്കണ? ഓക്കെ, അവിടെ ക്ലോസ് ആയിരുന്നു. അടച്ചാണ്. ഓക്കെ, എന്നാൽ ഇവിടെ വേറെ എവിടെയെങ്കിലും കയറി നോക്കട്ടെ. അപ്പോൾ ഒരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റ് കയറിയിട്ട് പട്ടാണി റൊട്ടിയും സബ്ജിയും കഴിക്കാം. എന്തായാലും നോക്കുക. റെസ്റ്റോറൻറ്റ് അങ്ങനെ കയറിയിരിക്കുകയാണ്. Yang
नॉन वेज में कुछ मटन पाया कुछ 3 तारीख के बाद हम लोग तीनों केरला में सेटल हो जाएगा. आप आएगा हमारे साथ केरला में कुछ बिजनेस शुरू करने का. फिर 3 तारीख में हम लोग रिच हो जाएगा. लॉटरी निकल गया पक्का. ये महीना हम लोग का मुझे നമ്മൾ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാം. ആ എല്ലാ പ്രവാസികളും ആ പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മനീഷ് ഹോട്ടൽ KMNM ആ മനീഷ് ओके ओके വേൾഡ് വൈഡ് ലെവലിലേക്ക് हम लोग शुरू करेगा. ഇതാണ് ഒരു ബിഗ് ടിക്കറ്റ് എടുത്താല പ്ലാനിങ് ആണ് എല്ലാ പ്രവാസികളും. किधर पार करेगा? उसका नया घर बनाया ना, उसको घर का ऊपर एक प्राइवेट जेट नहीं चाहिए, हेलीकॉप्टर है वो घर के साथ कुछ हेलीपैड बनाएगा. मुश्किल नहीं है. എല്ലാ പ്രവാസികളെയും അവസ്ഥ അതാണ്. എത്ര ആൾക്കാരുണ്ടാവും ഇപ്പോൾ ഇതേമാതിരി പ്ലാൻ ചെയ്ത് വെച്ചിട്ട്. कढ़ाई चिकन कढ़ाई मटन क्या है मटन अंडा क्या है? मटन हंडी क्या? हंडी हंडी क्या है? बोन है ना? बोन नहीं है, वो मटन ही है. वो उसमें के उसको वो क्या बोलते हैं पोट रहता है ना, उसमें नाम डाल के देना है तो हंडी. അങ്ങനെ സാധനം ഏതായാലും വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതും കൂടിയാണ് ചെന്ന് കഴിഞ്ഞാൽ ഒരു എനർജി ആവുള്ളൂ. കാതർ എനർജി പറ്റ പോയിക്കണു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നേരം കൂടാൻ സമയം 9:45 ഇന്നലെ രാത്രി 2 മണിക്ക് തുടങ്ങിയ യാത്രയാണ് നമ്മൾ. എന്തെങ്കിലുമൊക്കെ അണ്ടാക്കിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു എനർജി കിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് അതുകൊണ്ടാണ് ഒരു ക്ഷീണം കാണിക്കുന്നത്. എന്താണ് മൂസിൻ മുണ്ടാണ്ടിരിക്കുന്നത്? മൂസിൻ്റെ എന്താ വെച്ചാൽ മൂസിൻ്റെ എനർജി കിട്ടിക്കണം എനിക്ക്. ഓർക്ക് ഓൾറെഡി ഫുള്ള് ഒരു റൊട്ടി പട്ടണ റൊട്ടി 3 പട്ടാൻ റൊട്ടി കഴിച്ചു നേരത്തെ. പക്ഷേ ഓർക്ക് ഫുഡൊന്നുമല്ല മെയിന്. ഓന് 4 ഷർട്ടും പാൻറ്റും കൊടുന്നു. അതിനുള്ള ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാം മെൻഷൻ ചെയ്യണോ? ഇൻസ്റ്റാഗ്രാം മെൻഷൻ ചെയ്യണോ? ഇൻസ്റ്റാഗ്രാം മെൻഷൻ ചെയ്യാം. ആ खाना आ गया. ഫുഡ് വന്നിട്ട് ചിക്കൻ കടായി. ഇത് ചിക്കൻ കടായി, ഇത് മട്ടൻ ആണ്ടി, और दाल फ्राई. चुका पराठा नहीं है उसको. चपाती नहीं है. അപ്പോൾ പൊറോട്ട प्लेट गर्मी है. അപ്പോൾ ഇനി ഒരു പൊറോട്ട ചെന്നാൽ തന്നെ ഒരു പൊറോട്ട കഴിച്ചാൽ തന്നെ ഫുള്ളോ. 4 പൊറോട്ട വലിക്കണം. ഇത് പാകിസ്ഥാനി ഹോട്ടലിൽ പോയാൽ ഈ പൊറോട്ട എനിക്ക് കിട്ടി. അപ്പം നാളെ ഏതായാലും ഫുഡ് കഴിച്ചിട്ട് കാണാം. ഓക്കെ. അപ്പോൾ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. കാതർ മന്ദം വരുന്നുണ്ട്. അങ്ങനെ ഗൈസ് നമ്മളിതാ പോവാണ്. ഒമാനി വണ്ടികൾ ഇടയിൽ നമ്മളൊരു അബുദാബി രജിസ്ട്രേഷൻ വണ്ടി. ഇതാ ഫുഡൊക്കെ കഴിച്ചപ്പോൾ ഒന്ന് റാത്തായി. ഒരു ചായ കയ്യിലെടുത്തുകയാണ്. ആ ചായയും കൂടിയും കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള തലവേദന അങ്ങോട്ട് പോയിക്കോളും. അപ്പം അങ്ങനെ സെറ്റായിട്ട്
ഓക്കെ സെറ്റല്ല ഫുഡൊക്കെ കഴിച്ച എനർജി ഒന്നുമില്ല ഫുൾ സെറ്റ് മുझे थोड़ा എനർജി चाहिए ഞാൻ സ്റ്റിൽ എനർജിയിലാണ് കാരണം അന്നേരം മുതൽ ഉറങ്ങിയിട്ടില്ല അതുകൊണ്ട് ഞാൻ സ്റ്റിൽ എനർജി ഞാൻ കുറച്ച് ഉറങ്ങിയതുകൊണ്ട് എനിക്ക് അത്ര എനർജി ഇല്ല മൂസിന് ഇവിടെ പോയി മൂസിന് ഇനി അതിൻ്റെ അടിയിൽ എന്തോ വണ്ടി മേലെ ഒപ്പിക്കാൻ പോയിക്കണം കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു കേട്ടോ പാകിസ്ഥാനി റെസ്റ്റോറൻറ്റ് കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു കുഴപ്പമില്ല ഫുഡ് ഓക്കെയാണ് ഞങ്ങൾ പാട്ട് ഓഫ് ആക്കടാ അങ്ങനെ ഞങ്ങൾ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് സിം എടുക്കാൻ പോവാണ് മൂസിൻക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട് സിം എടുത്തിട്ട് ഒമാനി സിമ്മിന്ന് നാട്ടിൽ വിളിക്കണം ഒമാനി സിമ്മിന്ന് വാട്സപ്പ് ഉണ്ടാക്കിയിട്ട് നാട്ടിൽ മെസ്സേജ് അയക്കണം അങ്ങനെ കുറേ ആഗ്രഹങ്ങൾ ഉള്ള ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹമുള്ള ഒരു മനുഷ്യനാണ് ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ എപ്പോൾ സാധിച്ചു കൊടുക്കാനാണ്. അങ്ങനെ ഞങ്ങളൊരു കടയിൽ എത്തിക്കുകയാണ് എല്ലാവർക്കും ഓരോരോ ഒമാനി സിം വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് ആഗ്രഹമുള്ളൊരു മനിയൻ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ വണ്ടിയൊക്കെ തുറന്നു വന്നിട്ട് നിയാസ് അതേപോലെ ചായ ഗ്ലാസ് ഓടെ ഇടുന്നുള്ളൊരു ആശങ്കയിൽ ഞാൻ നിൽക്കുകയാണ് ഇതെന്താ അപ്പോൾ ഒരു കടയിൽ കയറിയിട്ടുണ്ട് കടയിൽ അങ്ങനെ ഫ്രീ സിം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നായിരുന്നു പക്ഷെ അങ്ങനെ ഫ്രീ സിം ഇല്ല പൈസ കൊടുത്തിട്ട് തന്നെ എടുക്കണം അങ്ങനെ ഇനിയിപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു സിം എടുക്കാം ലാസ്റ്റ് തീരുമാനം എല്ലാവർക്കും ഫ്രീ സിം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ് ലാസ്റ്റ് മൂപ്പരാൾ പറഞ്ഞ് നടക്കൂലാന്ന് ലാസ്റ്റ് ഇപ്പോൾ ഒരു സിം എടുക്കാനുള്ള പരിപാടിയാണ് മറ്റൊന്ന് മുസ്ലിംക്കാണെങ്കിൽ 1500 GB ഉണ്ട് അത് 4 മണിക്കൂർ തൈരാന്നാവും പറയുന്നത് അല്ല 1500 MB 1.5 GB പിന്നെ ഞാൻ മിസ്റ്റേക്ക് ഞങ്ങൾ മൊബൈൽ ഷോപ്പിൽ നിന്ന് ഇറങ്ങി അവിടെ നടക്കൂലെന്ന് 20 ഉറുപ്പ്യക്ക് 20 ദിറംസിന് ഒരു സിമ്മ് കൊടുത്ത് 1500 MB അത് കളയാനുള്ള തത്രപ്പാടിൽ മൂസിനും മൂസിയ തിരിച്ച് പോകാനുള്ള കേട്ടോ തിരിച്ചാണ്ട് ലൊക്കേഷൻ നോക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ സിം എടുത്തിക്കണമെങ്കിലും മൂസിന് അത് ഇപ്പം തന്നെ തീർക്കണം എന്നുള്ളൊരു ഇതിലിരിക്കുക അപ്പം ഞങ്ങൾ ഇറങ്ങി ഇനി എടുക്കാന്ന് അറിയില്ല അടുത്തൊരു അങ്ങാടി എത്തുമ്പോൾ നമുക്ക് കാണാം നമ്മൾ എവിടേക്കാണ് പോകണമെന്നുള്ളത് പിന്നെ സഹൂർ 62 കിലോമീറ്റർ സഹൂറോ सोहार सॉरी सोहार 62 जा सकते हैं ना सोहर अच्छा है पोर्ट भी है जाएगा सोहार में जाएगा അങ്ങനെ ഞങ്ങൾ സോഹാറിൽ പോകാൻ തീരുമാനിച്ച് 62 കിലോമീറ്റർ ആണ് സോഹാർക്ക് കൽമത്ത് മൽഹ എന്താണ് മൽഹ അൽ കത്മത്താണ് എന്തൊക്കെയാണ് എന്നുള്ളത് അടുത്തെത്തുമ്പോഴേ ബോർഡ് വായിക്കാൻ പറ്റില്ല നമ്മൾ ദൂരെ ഇവിടെ വോഡോഫോണും എയർടെലൊക്കെ ഉണ്ട് കേട്ടോ വോഡോഫോണൊക്കെ നമ്മളെ നാട്ടിലില്ലല്ലോ അപ്പോൾ നമ്മളെ നാട്ടിലിപ്പോൾ VI അല്ലേ VI ആരെങ്കിലും കണ്ടാല് ഇവിടെ കറക്റ്റ് ഉണ്ട് അവിടെ ഇവിടെ ചാത്തൻ അൽബൈക്കാണ് ഒറിജിനൽ അല്ല മറ്റേ അൽബൈക്ക് അല്ലേ ഇത് ഏതാ ബോർഡർക്ക് എത്തുണ്ടല്ലോ वापिस वो डाटा रखने का बाद में पता नहीं चलेगा किधर से वापस उसको पकड़ेगा डाटा नहीं है तो उसको पकड़ेगा മൂസിന് ഒമാനി സിമ്മ് ആക്റ്റീവ് ആക്കി വീട്ടിലേക്ക് വിളിക്കുകയാണ് ഞാൻ എനിക്ക് ഒമാനിലെത്തി എന്നുള്ളത് വീട്ടുകാരോട് പറയാൻ വേണ്ടിയിട്ട് ഹലോ എവിടെയാണ് മിനുദാത്തോടെ അങ്ങനെ ആഗ്രഹം സഫലമായി ഒമാനിൽ വന്നിട്ട് അതല്ല ഞാൻ ഒമാനിലാണ് ഒമാനിലെ സിം എടുത്തിട്ട് വിളിച്ചതാണ് അത് വേറെ തോന്നില്ല ഒരു ഇതിന് ഇതാക്കിയിട്ട് സിം എടുത്ത് വിളിച്ചത് അവിടെ വിളിച്ചാൽ വേറൊരു വകുപ്പില്ല ഒമാനിക്കുള്ളിൽ കയറിയിട്ട് അവിടുന്ന് വിളിക്കാനേ സിമ്മൊന്നും ഇല്ലായിരുന്നു അബുദാബിക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയണത് ഇതിപ്പോ ഞങ്ങൾ യൂട്യൂബ് ചാനലുണ്ട് അതാണ് ഇപ്പൊ
അല്ല അവിടെ എന്തോ കച്ചറ അയക്കണ കേട്ടാ. എന്നെ ഒമാനെ കൊണ്ടുപോയിട്ടില്ല, ഞങ്ങളൊറ്റക്ക് പോയി എന്നൊക്കെ പറഞ്ഞു തോന്നുന്നുണ്ട്. ബിരിയാണി ഉണ്ടാക്കിയാണ്ടിരിക്കാണ്, അല്ല നീ കൂടി കറങ്ങാണെന്നുള്ള കച്ചറ അല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയാൻ വേണ്ടി ഇവിടെ ടർഫ് ഉണ്ട്, നമുക്കൊന്ന് ഇറങ്ങി കളിച്ചാലോ? എല്ലാവരും ലൗഡ് സ്പീക്കർ യൂട്യൂബിലിട്ട് കണ്ടിരിക്കുകയാണ്. യൂട്യൂബ് ചാനലാണ് തുടങ്ങിയിരിക്കണം ഇവിടെ. അതിന് വേണ്ടിയിട്ട് ഇതാക്കിയത് നിയാസിന്റെ. അപ്പൊ അതിലിത് വർത്താനം പറയുമ്പോ വല്ലാത്ത കഥയായിപ്പോയി. ഹലോ, ഞാൻ കട്ട് ചെയ്യൊന്നുമില്ല കേട്ടോ, ഞാൻ ഇടുവേ. കട്ട് ചെയ്യണ്ടേ? അല്ലാ നിയാസ് വെച്ച് കട്ടക്കാരുടെ ഇപ്പൊ പറഞ്ഞ നമുക്ക് എന്താ ചെയ്യത്? കട്ട് ചെയ്തോണ്ടിട്ടാ, അത് കട്ട് ചെയ്തോളി. എവിടെ കട്ട് ചെയ്യണേ? കുറച്ച് കട്ട് കട്ട് ചെയ്യാൻ പറ്റൂല, കട്ട് ചെയ്ത രസം പോലെ കട്ട് ചെയ്യും. ഒമാനിലെ ഒരു വിജന പ്രദേശത്തു കൂടെയുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മലനിരകളൊക്കെ പോയിട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ വന്നു തുടങ്ങി. ഇത് ആരെങ്കിലും ഒമാനിൽ ഇരുന്ന് കണ്ട് ബൈ ചാൻസിൽ കാണുകയാണെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കുക. അതെ, ഞങ്ങളോട് ഷമീർ. ഓക്കെ, ഞങ്ങളിത് വെറുതെ എന്താ പറയാ, ഒരു തുടക്കക്കാരായതുകൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ യാത്രകളിൽ വലിയൊരു എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് പൊട്ടത്തരങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ അതിൻ്റെതായ ഒരു സെൻസിൽ എടുത്താൽ നമുക്കും രസം, നിങ്ങൾക്കും രസം, എല്ലാവർക്കും രസം അല്ലേ? എന്താ എനിക്കും രസമല്ലേ? ഇത് നമ്മളിപ്പോൾ പോണ ഏരിയ ഏതാന്നുള്ളത് നമുക്ക് അറിയില്ല. അങ്ങനെ പോകുന്നുണ്ട്. അടുത്തൊരു അങ്ങാടി എത്തുമ്പോൾ പറയാം ഏത് അങ്ങാടിയാണെന്നുള്ളത്. പിന്നെ അപ്പോൾ അങ്ങനെ പോവുകയാണ്. ഇനി അടുത്ത അങ്ങാടി എത്തും വരെ വണക്കം. അങ്ങനെ ഞങ്ങളൊരു ചെറിയ അങ്ങാടിക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏതാണ് അങ്ങാടി? ഏതോ ഒരു ഒമാൻ ബോർഡറിന്ന് ഞങ്ങൾ പോന്നിട്ട് കിട്ടിയ, അതെ, ബോർഡർ കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്ന ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അങ്ങാടിയിൽ പറഞ്ഞു വന്നതാണ്. അതെ, ഉണ്ടെങ്കിൽ അതെ അതെ. പിന്നെ ഇത് ഞങ്ങൾ സോഹാർ ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്രയാണ്. ഇവിടെ അത്ര തന്നെ വലിയ അമ്പരച്ചുംബികളായ കെട്ടിടങ്ങൾ നിലവിലെത്തിയിട്ടില്ല. ചിലപ്പോൾ ഇനി കുറച്ച് പോയി കഴിഞ്ഞാൽ എത്തുമായിരിക്കും. എന്നാലും താരതമ്യേന കുഴപ്പമില്ലാത്തൊരു അങ്ങാടിയാണ്. പിന്നെ എന്താ പറയുക, ഇവിടെ ഒരാൾക്ക് ഉറക്കം വന്നിട്ട് ഉറക്കം തുടങ്ങിയാണ്. ഫലാജ് ഹൈപ്പർ മാർക്കറ്റ് ഏകദേശം സോഹാർ ഭാഗത്തേക്കാണ് ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം നമ്മളെ നാട് പോലെ തോന്നിക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകളും ലൈനുകളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. നമുക്ക് നമ്മളൊരു നാട്ടിൽ വന്ന പഞ്ചായത്തിൻ്റെയും ബ്ലോക്കിൻ്റെ ഒക്കെ മറ്റേ ഫെഡലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ സാധനമൊക്കെ ഉണ്ട്. എന്തായിരുന്നാലും ട്രാൻസ്ഫോമർ ഉണ്ട്. ഒക്കെ നമ്മളൊരു നാടൻ വൈബാണ് ഇവിടെ ഒമാനിലുള്ളത്. റോഡും നല്ല റോഡൊക്കെ തന്നെയാണ്. തിരക്കില്ലാത്ത റോഡാണ്. വന്നപ്പോൾ മുതൽ ഇതുവരെ ഒരു തിരക്കോ കാര്യങ്ങളോ ഇല്ല. അതാണ് ഒമാൻ സോഹാർ ചിപ്സ് ഇവിടുന്നാണ് അല്ലേ? ഓക്കെ 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 ഓക്കെ. നമ്മളെ നാടിനെ ഓർമ്മിക്കും വിധം തെങ്ങ്, അതേപോലെ കൃഷികൾ, വൃക്ഷ ലക്ഷ്യം എന്താണ് കച്ചവടം കയ്യിൽ നിന്ന് പോയല്ലോ, മമ്മൂട്ടിയാക്കാണ്ട് പെട്ടിപ്പീടിയ. ഓക്കെ. വാഴത്തോട്ടമുണ്ട്. കുറേ വാഴത്തോട്ടങ്ങൾ ഇതിന് മുമ്പ് കണ്ടിരുന്നു. അപ്പോൾ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. കുഞ്ഞ് വരുമ്പോൾ നമ്മൾ കാണിച്ചു തരാം. ഇത് നമ്മളെ നെൽകൃഷിയാണോ അത്?
കൃഷികളാണ് ഇതൊക്കെ. നമ്മളെ നാടിനെ ഓർമ്മിക്കുക, അത് നാട്ടിലെത്തിയൊരു ഫീലാണ്. 10 മണി 11 മണിയാണ്, പക്ഷെ നമുക്ക് തോന്നുന്ന 2 മണി 3 മണിയൊക്കെ ആയ ഒരു പ്രതീതിയാണ്. നമ്മളെ നാട്ടിലെ വീട് പോലുള്ള വീടുകൾ, അതുപോലുള്ള ഇലക്ട്രിക് പോസ്റ്റുകളും അതുപോലുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. നല്ലൊരു എന്താ പറയാ, കറക്റ്റ് അതന്നെ പറഞ്ഞേ. കേട്ടോ, തെങ്ങൊക്കെ ഉണ്ട്. തെങ്ങ് കുറച്ച് യൂറിയ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നാവും. അതെ, നല്ല പച്ചപ്പുള്ള നമ്മളെ നാട്ടിൽ വളഞ്ഞു പൊളഞ്ഞു പോകുന്ന റോഡുകളെ പോലുള്ള റോഡുകളും. അതെ, പച്ചത്തത്തുണ്ടാവും. കരിമ്പനുണ്ട് കുറെ. പിന്നെ വാഴത്തോട്ടുണ്ട്. വാഴത്തോട്ടത്തുക്കോ എന്തിനാണ്? ഞങ്ങൾ സോഹാർ ബീച്ച് ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്രയാണ്. അടുത്തൊരു 10-15 മിനിറ്റ് കൊണ്ട് നമ്മൾ സോഹാർ ബീച്ചിലെത്തും. അങ്ങനെ സോഹാർ ബീച്ചിലെ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരും. സോഹാർ സോഹാർ എന്ന് കുറെ നേരമായിട്ട് പറയുന്നുണ്ടെങ്കിലും നമ്മളെ നാട്ടും പുറത്ത് നോക്കാം. പാടത്ത് കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഒരു തീപ്പെട്ടി കളിച്ചാൽ ഇട്ടൊക്കെയാ ക്രിക്കറ്റ് കളിച്ച ഗ്രൗണ്ട് ഉണ്ടാക്കായിരുന്നു. ഉണങ്ങി നിൽക്കണം. നമ്മൾ വന്ന ടൈം വളരെ മോശമാണ്. ഇതല്ല ക്ലൈമറ്റ്. തണുപ്പത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല പച്ചപ്പിൽ കാണാൻ പറ്റും. ഇപ്പോൾ ചൂടുള്ള ചെറിയ ചൂട് തുടങ്ങിയ ഒരു സമയം കൂടിയാണ്. അപ്പോൾ 31 ഡിഗ്രിയാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു പോരായ്മകളുണ്ടാവും. നിങ്ങൾ ക്ഷമിക്കുക, ഞങ്ങൾക്ക് അനുഭവിച്ചല്ലേ പറ്റുള്ളൂ. നീലാകാശവും ഒക്കെ കാണുമ്പോൾ നല്ല ഭംഗിയിൽ ഉണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ ചെറിയ ചെറിയ വീടുകളും. നമ്മുടെ നാട്ടിലെ റോഡ് തന്നെ, അതായത് എന്താ പറയാ, ഇവിടെ ഒരാള് 1.5 GB തരാന്ന് പറഞ്ഞാണ്ട് 1 GB കൊടുത്ത് ബംഗാളി ന്യൂസിനെ പറ്റിച്ചു. ആ ഒരു ദേഷ്യത്തില് നിൽക്കുകയാണ്. നാട്ടിലെ ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ നമ്മളെ ചലനം ഗ്രൗണ്ടിന് ഓർമ്മ വന്നു. നമുക്ക് ചലനം കാടാമ്പുഴയിലെ ഗ്രൗണ്ടിന് ഓർമ്മ വന്നു. ഞങ്ങൾ ബീച്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. റാഡിസൺ ബ്ലൂ ഹോട്ടൽ സോഹാർ. ആ ഓക്കെ. അങ്ങനെ ഞങ്ങള് ഒമാനിലെ കടാപ്പുറം വഴി എത്തിയിരിക്കുകയാണ്. സോഹാർ ബീച്ച്. ബീച്ചിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് അറിയില്ല. 1 മിനിറ്റും കൂടി ഞങ്ങൾ ഓടാണ്ട്. ഇറങ്ങാൻ പറ്റുമോ കുളിക്കാൻ പറ്റുമോ ഒന്നും അറിയില്ല. ആദ്യമായിട്ടാണ് ടൂറിസ്റ്റ് ടീമുകൾ വരുന്നതെന്ന് പറഞ്ഞത്. अच्छा है पार्क है എന്താ वो सोहर कोट है. अच्छा अच्छा. അപ്പം വകുപ്പുണ്ട്. അപ്പോൾ ഈ ബീച്ചിലെ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വരും. ആ എന്നാ പറയാം. വൈകുന്നേരങ്ങളിൽ കുട്ടികളെ കളിപ്പിക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട്. കുട്ടികളെ നമ്മൾ കളിപ്പിക്കൂടാ. അല്ല, ഞാൻ അവിടെ സാധനം ഉണ്ടെന്ന് പറഞ്ഞോടോ.
അങ്ങനെ ബീച്ചിൽ ഞങ്ങൾ വണ്ടി നിർത്തിയിരിക്കുകയാണ്. പറ്റുകയാണെങ്കിൽ പോയി ബീച്ചിൽ 4 ചാട്ടൊക്കെ ചാടി ഒന്ന് കുണ്ടം മറിയണം. സിഗരറ്റ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്, അപ്പോൾ അത് പ്രോത്സാഹിപ്പിക്കുന്നതല്ല. അപ്പോൾ അബുദാബിയിൽ ബീച്ചില്ലാത്തതുകൊണ്ട് ഒമാനിൽ വന്ന് ബീച്ചിൽ ഇറങ്ങാനുള്ള പരിപാടി. 2 ആൾക്കാർ റെഡിയായി പോണ്. അടുത്ത ആൾ ബാഗൊക്കെ എടുത്ത് ഫുൾ സെറ്റിൽ പോണ്. നല്ല വെള്ളമാണ് കേട്ടോ, നല്ല വൃത്തിയുള്ള വെള്ളമാണ്. കുറച്ച് മലയാളികളുണ്ട്. मूत्र के लिए इधर है. हाँ, मूत्र के लिए उधर है, बहुत बड़ा बा. पानी बहुत ठंडी है. മണല് നല്ല ചൂട്. വാഷ്റൂം പോടാ. വീഡിയോ ഇതൊക്കെ വരും കേട്ടോ, ഇതൊക്കെ വരുവേ. അല്ലാ, കൂളിംഗ് ഗ്ലാസ് വെച്ച് സ്വിമ്മിങ്ങിന് പോണം. പറയാൻ പറ്റുന്ന വെച്ചാൽ ഇതൊരു കടലാണ്. ഇവന്റെ അപ്പുറത്ത് നല്ല അതിനാണ് സഹൂർ പോർട്ട് എന്ന് പറയുന്നത്. സഹൂർ പോർട്ട് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കും, അതുകൊണ്ട് ആളുകൾക്ക് കാണിച്ചു കൊടുക്കും. എല്ലാവർക്കും കാണാനുള്ള സാധനമാണ് മൂസിന്റെ സോഹർ പൂട്ട്. മൂസിന്റെ അല്ല, സഹൂർ പോർട്ടാണ് ഇത്. സോഹാറാണ് ചെങ്ങായി. സോറി സോഹർ പോർട്ട്, സോഹർ പോർട്ട്. പിന്നെ ബാർജ് जा रहा है. टैंकर है. जूम करो इसमें, जूम करके देखो फोटो में, तुमको दिखाई देगा. जूम बहुत सही है. इधर है इधर टैंकर है, बार्ज नहीं. ഈ ഒമാനിൽ ഇവിടെ ഞങ്ങൾ മാത്രമാണ് കുളിക്കാൻ വന്നിട്ടുള്ളത്, വേറൊരു മനുഷ്യല്ല. കാരണം എന്താ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്രയും നല്ലൊരു ഗന്ധമായിട്ടുള്ള വെള്ളമാണ്. ഇതിപ്പോൾ ഞങ്ങൾ കുളിക്കാൻ വേണ്ടി വന്നു, പക്ഷെ ഞങ്ങൾ കുളിക്കാൻ ഇറങ്ങുന്നില്ല. ഇതിൽ ഓയിലുകൾ കണ്ടന്റുകൾ കുറച്ച് കൂടുതലാണ്. ഓയിൽ കണ്ടന്റ് അത് കാണിച്ചിട്ട് ഓയിൽ കണ്ടന്റ് ഇതാ, അത് ഓയിൽ കണ്ടന്റ് അല്ലോടൂ. ഉപ്പിന്റെ ഇത് കൂടുതൽ വന്നു. മനീഷ് ഭായി എന്തായാലും കുളിക്കും, അതിനുള്ള പ്ലാൻ ഉണ്ട്. മനീഷ് ഭായി കുളിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇയും കുളിക്കും. അല്ലേ മനീഷ് ഭായി? എനിക്ക് നീന്തൽ അറിയില്ലല്ലോ, അപ്പം ഞാൻ उसको स्विमिंग नहीं आते. वो बोला आप जाएगा, वो इधर लेके आएगा, आपको पीछे में आएगा. हाँ, आप कितना दूर जाएगा उसको पीछे में जाएगा. मेरे को भी इतना स्विमिंग नहीं आता. हाँ, देखते हैं. आप पोर्ट कैप्टन यार, उसको मालूम नहीं स्विमिंग. आप वेसल में जाने के टाइम कुछ एक्सीडेंट होएगा तो कैसा? हर टाइम आप लाइफ जैकेट पहन के जा रहे हैं. हम लोग साथ एक लड़का के जाए था, वो किधर है? वो थोड़ा हवा डालने के लिए गया. वाशरूम कौन सा वाला? इधर तो नहीं है. वो लास्ट में इंडियन डांस, वो जा रहे हैं. इंडियन डांस कला. हाँ कुचिपुड़ी. हाँ. पकड़ो या मुझे इവിടുന്ന് ഫോട്ടോ എടുത്ത പൊളിക്കൂട്ടോ. मेरा ऊपर कोई नहीं आता अभी, जो इधर कोई आता रहेगा ना वो भी नहीं आएगा. स्विमिंग का इतना परफेक्ट नहीं, तो सच में अभी भी बोल रहा हूँ, कोई भी नहीं आता. ഓക്കെ, ചലഞ്ച് चैलेंज എന്തിനാ अभी दूर जाएगा मैं. എന്തിനാ ചലഞ്ച്? ചലഞ്ച് എന്താ? चाहिए जो चैलेंज करेगा. चैलेंज करेगा. हाँ, अब आ जाओ, मैं वार्निंग करता हूँ, कोई नहीं आता. ചലഞ്ച് പറ. എന്താണ്? ഇജ് പോണിലേറെ 1 മീറ്റർ കൂടുതൽ ഞാൻ പോകും. 1 മീറ്റർ എന്നല്ല, അത്രയും പോണം. ഇജ് എത്ര പോയത്? അതിൽ കൂടുതൽ 1 മീറ്റർ കൂടുതൽ ഞാൻ പോകും. എന്താ എന്തിനാ പറ്റെന്താ? മൂസിയ അത് പറ. ഈ പോകുന്നതിലേറെ 1 മീറ്റർ കൂടുതൽ ഞാൻ പോകുന്നു പറഞ്ഞാൽ പോയാൽ പോയിട്ടില്ലെങ്കിൽ അത് ഞാൻ എത്രയും വരും, അത് എനിക്ക് വാക്ക് പറയാം.
പറ്റും. എന്നാ ഇജ്ജ് പോ. ചുമ്മാ അങ്ങനെ ഒരാൾ ഒന്നിച്ച് കൂടെ പോണം. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഇതെന്താ എനിക്ക് കൂടെ പോയെന്ന് പറഞ്ഞപ്പോ എനിക്കറിയോ നമ്മൾ ഒരുമിച്ച് പോകും. ഒരുമിച്ച് പോവില്ല. ഇജ്ജ് പോയിട്ട് അല്ലാതെ ഇജ്ജ് പോയിട്ട് അങ്ങനെ കാര്യമില്ല. ഞാൻ പോയിട്ട് ഇത് അവിടെ പോകുന്ന കാര്യമില്ല. ഒരുമിച്ച് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഒരാൾ വീഡിയോ എടുത്തോട്ടെ, എന്നിട്ട് ആര് പോയി എത്രയും ദൂരം പോകും നോക്കാം. അതുവരെ ഞാൻ വരും. ഓക്കെ, ഇജ്ജ് വരും. എന്താ നടക്ക് മനീഷ് ഭായ്. ചലഞ്ച് चैलेंज कर रहे हो, कितना दूर हम लोग कितने कौन है ज्यादा दूर जाएगा? मैं उसका ऑर्डर रहे ऑर्डर रहे आप वीडियो बना रहे हो? हाँ, मैं वीडियो बनाऊंगा. जाएगा जाओ. कादर भी आना. अभी कादर को क्या करेगा? कादर का क्या फायदा है? ആ എനിക്ക് ഞാൻ ഇവിടെ തന്നെ താമസം. അതൊന്നും ചലഞ്ചിലില്ല. കുടുങ്ങില്ലെന്നൊന്നും അറിയില്ല. സ്രാവ് ഉണ്ടാവും ചിലപ്പോൾ. ബ്രേക്ക് വാട്ടറാണ്. ഉസ്മ ഷാർക്ക് പോയേക്കാ. ब्रेक वाटर है. पक्का ओपन एरिया है. തോറ്റോ എന്നാ പോരെ. എന്നൊക്കെ ധൈര്യ കമ്മി. വെള്ളത്തിന്റെ കളർ ഇതൊന്നും നമുക്ക് വിഷയമല്ല. അവിടെ നല്ല ഷവറിനുള്ള സ്ഥലമുണ്ട്. ആയിക്കോട്ടെ, നമ്മൾ ഫസ്റ്റ് എത്തുന്നുള്ളതല്ല, ദൂരം പോകുന്നുള്ളതാണ്. അത് വേണ്ട. ഇജ്ജ് പോയിട്ട് ഞാൻ ബാക്കിലുണ്ടാവും. ഇജ്ജ് പോയിട്ട് എത്ര ദൂരമാണ് ഇജ്ജ് പോണത് അതിന്റെ 1 മീറ്റർ കൂടുതൽ ഞാൻ പോകുന്ന പറഞ്ഞത്. ഓട്ടറേ അതിനിപ്പോ എന്താ എനിക്ക് കാര്യം? എനിക്ക് ഞാൻ വഴി വെട്ടി തരുമല്ലേ മുന്നിൽ പോകണേന്. ആ ഇജ് ചലഞ്ച് അതാണ്. ഇജ് പോകുന്ന പറഞ്ഞു. ഞാൻ എന്താ പറഞ്ഞു? അത് ഞാനല്ലല്ലോ ചലഞ്ച് ചെയ്ത്, ഈ അല്ല ചലഞ്ച് ചെയ്ത്. അപ്പൊ ഓ पहले चैलेंज ओ किया सही है ना. ओ पहले जाना मन है, उसके पीछे में जाएगा. तुम बोलो मेरे पीछे कोई नहीं आ सकता. अभी जाके दिखाओ. हाँ आगे जाने दे रहे. नहीं, तुम पीछे बोला पहले. कोई शार्क रहेगा वो पीछे पे भाग आएगा. तू जी ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യണുണ്ടോ അല്ലേ? ചലഞ്ച് നമുക്ക് രണ്ടാക്കും കൂടി പോയിട്ട് അക്സെപ്റ്റ് ചെയ്യാം. തോറ്റത് പറയുന്നത് ഇത് വീഡിയോ ആണ് നടക്കുന്നത്. ഇല്ല, ഇജാണ് എന്നെ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇജ്ജ് ചലഞ്ച് ചെയ്ത സ്ഥിതിക്ക് ഇജ്ജ് ഫസ്റ്റ് പോകണം. അല്ലെങ്കിൽ ഇപ്പോൾ ഞാനക്ക് വഴി വെട്ടി തരച്ചു. എനിക്ക് എൻ്റെ ബാക്കിൽ എനിക്ക് അത്രയും പോരാല്ലോ. ധൈര്യമല്ലേ? എൻ്റെ ധൈര്യമാണ് നമുക്ക് കാണേണ്ടത്. എൻ്റെ ധൈര്യമാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഗെയ്സ്, മൂസിന് ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തില്ല. എന്ത്? അപ്പൊ ചലഞ്ച് തന്നെയല്ലേ? അതിന് എന്നോട് ചോദിച്ചിട്ടില്ല. ഇജ് എന്നോട് ഫസ്റ്റ് ചലഞ്ച് ഉണ്ടോന്ന് ചോദിച്ചു. ഞാൻ ഓക്കെ എന്നും പറഞ്ഞു. ഞാൻ അതിനിപ്പോ എന്തൊക്കെ കാര്യമുള്ളത്? എനിക്ക് ധൈര്യമല്ലേ? ഞാൻ എത്ര പോകുന്നു അതിന്റെ ബാക്കിൽ വരാൻ എനിക്ക് ധൈര്യമല്ലേ? കുട്ടി ഞാൻ എന്താ പറഞ്ഞ എന്നോട്? ഇജ് വലിയ ഡയലോഗ് അടിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു ഇന്നെ തോൽപ്പിക്കാൻ പറ്റൂല, അന്നെ തോൽപ്പിക്കാൻ പറ്റൂല എന്നാ ഇജ്ജ് പറഞ്ഞു. ആണോ അല്ലേ? ആ, അപ്പോൾ ഇയല്ല ആദ്യം ചെയ്യണ്ടേ, എന്നിട്ടല്ല ഞാൻ അന്നെ തോൽപ്പിക്കുമല്ലേ എന്നുള്ളത് അറിയണ്ടേ. അപ്പോൾ ചലഞ്ച് എൻ്റെ ചലഞ്ചിൻ്റെ 5 മിനിറ്റായി. ഇനി വെച്ച നടന്നൊരു കാര്യമല്ല. അപ്പോൾ ചലഞ്ചിൽ മൂസിൻ തോറ്റിക്കാണ് സുഹൃത്തുക്കളെ. മൂസിൻ തോറ്റു. കുളിക്കാനിറങ്ങാം. അതിൻ്റെ മുന്നേ ഒരു ചലഞ്ച് എന്തിനെ പിടിക്കുക? ഞണ്ടുണ്ട് അവിടെ, കൊല്ലാതെ അതിനെ പിടിച്ചുകൊണ്ട് കയ്യിൽ പിടിക്കണം.
അങ്ങനത്തെ ചലനം നിനക്ക് അതിനെ കുറിച്ചിട്ട് പരിചയമില്ല. എന്നിട്ട് കൈ ഇറക്കിയിട്ട് ഞാനെന്താ മുക്കുവാനായിട്ടെല്ലാം പറഞ്ഞത്. എനിക്ക് അങ്ങനത്തെ പരിപാടി ഒന്നും എനിക്കറിയില്ല. വെറുതെ ഓരോ ചലഞ്ച് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഞാൻ പണ്ടേ മീൻ പിടിച്ചാൽ അറിയാത്ത ആളാ. पकड़ने चैलेंज है आप पकड़ेगा आप नहीं आस करो वो नहीं करेगा वो डर रहे वो नहीं मेरा हाथ तो तुम आपका जैसा नहीं है ये काम नहीं करते आप काम नहीं करते ये उसके लिए काम करता है अरे किसी के लिए नहीं करते उसके लिए काम करते जिंदो നിങ്ങളപ്പം ഞാൻ ഉണ്ട് 100 ദിറംസ് നിങ്ങളപ്പം ഞാൻ ഉണ്ട് 100 ദിറംസ് 100 ദിറംസിന് വെക്കണ്ട പൊന്നാര മൂസിനെ ഇത്ര പേടിക്കൊണ്ടനാവണ്ട. അല്ലടാ എനിക്ക് നണ്ടിനെ പിടിക്കാൻ അറിയില്ല. പിന്നെ അറിയാത്ത കാര്യത്തിന് ഞാൻ എനിക്കറിയോ എനിക്കറിയില്ലെങ്കിലും പിന്നെ ഇതെന്തിനാ വെറുതെ വേണ്ടാത്ത നിൽക്കണേ. ആ പൊത്തില് കഴിഞ്ഞിട്ടോ ഒത്തില്ലല്ലോ അതാ പുറത്തതാ പുറത്തോ ആ എവിടെ അതാ മൺകുലമതാ അപ്പുറത്തുണ്ട് അതായി കൂടി നടന്നു വരുന്നുണ്ട്. എനിക്ക് പേടിയാ എനിക്ക് പേടിയാ. അങ്ങനെ ഞണ്ടിനെ കാണാൻ പോവാ. ഇതാ 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 ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഈ പൊത്തിൽ പോയി. ആ ആ ഒരു ബടാ വാല. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടോ? അതാ പോയി. ഓ അന്തർ ഗയാ. ഓ കിतना है तू पूरा है? ये सब देखो ये पूरा उधर है कितना है ये उधर भी है വലുത് പോയത് ഇതില് കൊല്ലല്ലേ वो बंद कर दिया भाई मर जाएगा वो आई കൊല്ലല്ലേ इधर से भागेगा अल्लाह अंदर वो उधर है ഇപ്പോൾ ഞങ്ങൾ സോഹാർ ബീച്ചിൽ നിന്ന് തിരിക്കുകയാണ്. ഇനി ഏകദേശം ഇപ്പോൾ ഇവിടെ സമയം चालू नहीं हुआ है സമയം എത്രയായി? इंटरनेट को क्या हो गया അപ്പോൾ ഞങ്ങൾ സോഹാർ ബീച്ചിനോട് വിട പറയാണ്. ഓക്കെ, ഞങ്ങൾ ഒമാനിൽ നിന്ന് തിരിക്കാനുള്ള പരിപാടിയാണ്. സമയം ഡ്യൂട്ടി ഉണ്ട്. ആ നാളെ എല്ലാവർക്കും ഡ്യൂട്ടി ഉള്ളതാണ്. എത്താൻ വേണ്ടിയിട്ട് വൈകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ പ്ലാനിങ്ങുകളൊക്കെ മാറും. वाईफाई हॉटस्पॉट ഞങ്ങൾ മുൻകൂട്ടി ഒരു പ്ലാൻ ചെയ്ത് പോകുന്നതല്ല. പെരുന്നാള് തിങ്കളാഴ്ച ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സലാല പിടിക്കണം എന്നുള്ള പ്ലാനായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി മറ്റേ സൺഡേ ആയി പെരുന്നാള്. हॉटस्पॉट ऑन किया അത് കാരണം എന്തുണ്ടായി കഥ അത് കാരണം നമ്മൾ ഒരു ദിവസം ഡ്യൂട്ടി വന്നു. അപ്പൊ നമുക്ക് അത് ഡ്രോപ്പ് ചെയ്യേണ്ടി ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഇന്നലെ നമ്മള് ഇങ്ങനെ ഒമാനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ മുസണ്ടം പ്ലാൻ ചെയ്തേ. മുസണ്ടം പ്ലാൻ ചെയ്തിട്ട് മുസണ്ടത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ വഴിയിൽ വെച്ചിട്ട് വീണ്ടും പ്ലാൻ ചേഞ്ച് ആക്കിയിട്ട് ഹത്ത പോവാന്ന്. നമ്മൾ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ കയ്യിൽ വെച്ചു എന്നുള്ളൂ. വെറുതെ അത്ത മുസണ്ടം പോകണമെന്ന് കരുതി പോകുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് അവിടുന്ന് മുസണ്ടം പ്ലാൻ ചേഞ്ച് ആക്കി. മുസണ്ടം പോകണോ ഹത്ത പോകണോ എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ പോന്നുകൊണ്ടിരുന്ന് അവസാനം ഹത്ത ഞങ്ങൾ ഉറപ്പിച്ച്. മുസണ്ടം പോകണമെന്നുണ്ടെങ്കിൽ 4 മണിക്കൂറാവും, ഹത്ത പോകണമെങ്കിൽ 3 മണിക്കൂർ എന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെ എന്നാൽ എടുത്തുള്ളത് ഹത്തണെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ അവിടെ വന്നപ്പോൾ ഒന്നും നമുക്ക് വൈബടിക്കാൻ പറ്റിയൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ വെറുതെ ഇങ്ങനെ നോക്കുമ്പോണ്ട് ഒമാൻ ബോർഡർ ഒന്നും നോക്കില്ല. ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം വണ്ടിക്ക് ഫിനാൻസ് ഉണ്ട്. അത് കാരണം നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പോകാൻ പറ്റുമെന്നുള്ളത്. അങ്ങനെ ഞങ്ങളൊന്ന് പോയി നോക്കിയതാണ്. അപ്പോൾ ഞങ്ങൾ കടത്തി വിട്ട് അങ്ങനെ ഞങ്ങൾ പോന്ന്. ഈ ഒമാനിൽ എന്താ കാണാനുള്ളതെന്നോ അല്ലെങ്കിൽ എന്താണ് ഇവിടെ ഉള്ളത് ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളുടെ അടുത്ത് ടൈമും ഇല്ല. ആകെ ഒരൊറ്റ ദിവസത്തെ ടൈമുള്ളത്. അത് കാരണം ഞങ്ങൾക്ക് ഒന്നും കാണാനോ അല്ലെങ്കിൽ ഇവിടെ എന്താണ് ഏതാണോ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. ഒരു പോരിൽ പോന്നു. ഇനി നാളെ എല്ലാവർക്കും ഡ്യൂട്ടി ഉണ്ട്. നാളെ മുതൽ ഇവിടെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ തിരിച്ചാല് कितने बजे हम लोग पहुंचेगा? 21 मिनट 4-5 4-5 बजे 4 മണി 5 മണിയാകുമ്പോൾ ഞങ്ങൾ അവിടെ എത്തുന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത്. അതിന്റെ ഇടയിൽ ഇനി ഫുഡ് കഴിക്കാനൊക്കെ കയറി എന്തായാലും ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും 5 മണിയാകുമ്പോൾ എത്തും തോന്നുന്നത്. ഇന്നലെ രാത്രി നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുന്നത് 10 മണിക്കാവും.
10 മണിക്കൊക്കെ റൂമിൽ നിന്ന് ഇറങ്ങി അബുദാബി കൂടി കുറേ കറങ്ങി തിരിഞ്ഞ് വെറുതെ കറങ്ങി തിരിഞ്ഞ് പോകുന്നത്. അവിടുന്ന് രാത്രി 2 മണിക്കാണ് ഞങ്ങൾ അവിടുന്ന് പോയിരുന്നത്. ഇന്നലെ ശരിക്കും പറയണെങ്കിൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് ഏതായാലും പോയിട്ട് ഉറക്കൊക്കെ ബാക്കിയുണ്ട്. അപ്പൊ നാളത്തെ ഡ്യൂട്ടി വെച്ച് നോക്കിയപ്പോൾ ഇതുണ്ട്. അപ്പോ ഏതായാലും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങളത്തെ വീഡിയോ എത്താനായിട്ടില്ല. ഞങ്ങൾ ഇനി പോണ വൈക്കുന്ന വീടുണ്ട്. ഇതിപ്പോ ഞങ്ങളൊരു എക്സ്പ്ലനേഷൻ തന്നത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ കരുതും ഞങ്ങള് മറ്റേ ഇതുവരെ ഞങ്ങൾ വെറുതെ പറഞ്ഞാണെന്നൊക്കെ കേട്ടു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് പാസ്പോർട്ടൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾ പ്ലാൻ ചെയ്ത് പോകുന്നതല്ലേന്ന് തോന്നുന്നു. അപ്പൊ ഞങ്ങള് പ്ലാനിങ് ഇതായിരുന്നു, മുസണ്ടായിരുന്നു. അതുകൊണ്ടാണ് പാസ്പോർട്ട് എടുത്തത്. മുസണ്ട് എടുത്ത് പോകാനാണെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് എടുക്കണം. അതുകൊണ്ടാണ് പാസ്പോർട്ട് എടുത്ത് പോകുന്നത്. ഓക്കെ, അപ്പൊ ഞങ്ങള് വീണ്ടും മലനിരകൾക്കിടയിലൂടെ ഒമാന്റെ ബോർഡർ ക്രോസ് ചെയ്തിട്ട് ദുബായിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ക്രോസ് ചെയ്ത് വന്ന അതേ വഴിയിലൂടെ വീണ്ടും അബുദാബിയിലേക്കുള്ള യാത്ര. ഡാം, നമ്മളെ ഡാം മോനെ പൊളി. കൊയ്ത്തുപേരിലോ എന്ത് പേരില് കൊയ്ത്തുപേരിലുണ്ടോ അത് ഖത്തറിലെ? അയ്യോ, അങ്ങനെ നമ്മളെ വൈബ് ഇന്ന് ഫുള്ള് എൻജോയ് വൈബായി അല്ലേ? ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല വലിയ വൈബോട്ട് വരാം. ഇതിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ ക്ഷമിക്കുക. ഫസ്റ്റ് വ്ളോഗാണ് ഞങ്ങളെ വ്ളോഗറിന്. അതാണ് നമ്മളെ വ്യൂ. ലാസ്റ്റ് ഞങ്ങള് യു എയിലേക്ക് കടന്നിട്ടുള്ള വ്യൂ ആണിത്. ഓക്കെ, ഒമാനിൽ നിന്ന് യു എയിലേക്ക് കടന്നിട്ടുള്ള വ്യൂ ആണ്. വെൽക്കം ടു ഹത്ത. നാടൻ ചോറും നല്ല മീൻ പൊരിച്ചതും സാമ്പാറും കിട്ടുന്ന പീടി ഏതാ നോക്കണം. ഇനി അടുത്ത ഞങ്ങൾ അന്വേഷണം അതാണ്. അടുത്ത അന്വേഷണം അതാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങി. मनीष भाई, आज का ट्रिप कैसा है? എങ്ങനെയുണ്ടായിരുന്നു ഖത്തറ ട്രിപ്പ്? അടിപൊളിയായിരുന്നു. പൊളിച്ചടുക്കി ഒരു രക്ഷയുണ്ടായില്ല. കാരണം ഇതിൽ കുറെ വീഡിയോസ് നമ്മൾ എടുത്തിട്ടില്ല. നമ്മള് ഫസ്റ്റത്തെ ഒരു ഇതായതുകൊണ്ട് കുറെ വീഡിയോസ് എടുക്കാൻ മറന്നു. കുറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് മിസ്സായിട്ട് ഇപ്പൊ ഞങ്ങൾ ലാസ്റ്റ് ഫുഡ് കഴിച്ചത് അടക്കം ഭയങ്കര ചൂടുണ്ട് കേട്ടോ. നല്ല ചൂടാണ്. യു എക്ക് എത്തി, നല്ല ചൂടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ്? ഇന്നത്തെ ട്രിപ്പ് പൊളിയാണ്. പിന്നെ ഒരു സങ്കടം ഉള്ളു, കടലിന് കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റി. കടലിൽ അവിടുന്ന് എടുക്കാൻ പറ്റി. അവിടുന്ന് നമ്മള് വീഡിയോസ് എടുത്തു. അവിടെ കുറെ വിറ്റുകൾ ഉണ്ടായിരുന്നു. അവിടുന്ന് കുറെ വിറ്റുകൾ ഉണ്ടായിരുന്നു. അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഇൻഷാ അല്ലാ നണ്ടിനെ പിടിക്കുന്ന വീഡിയോ എടുത്താ? ഇല്ല, എടുത്തില്ല. ആ നണ്ടിനെ പിടിച്ചതൊക്കെ എടുക്കണ്ടല്ലേ? ഇന്നലെ കണ്ണിന് കുളിർമ കിട്ടുന്ന ഒരു 10 മിനിറ്റ് കിട്ടി. ആ 10 മിനിറ്റ് കൊളയും ചെയ്ത് ചീഞ്ഞിപ്പോയി അല്ലേ? അങ്ങനൊക്കെ ട്രിപ്പ് അവസാനിക്കാണ്. അപ്പൊ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടാമതും തുടരും. ഇതുപോലത്തെ ട്രിപ്പുകൾ ഇടക്കിടക്ക് ഞങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം. ഓക്കെ, ബൈ ബൈ.